ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. എന്താ കാര്യമെന്നല്ലേ പറയാം. ഇന്ന് മോള് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര നേരത്തെ എണീറ്റ്. അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ എന്നെ ഈ സമയത്തൊന്നും കാണാൻ പോലും പറ്റത്തില്ല. ഞാൻ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. പിന്നെ തലേന്ന് തന്നെ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. തലേന്ന് ചില ദിവസങ്ങളിൽ നല്ല പോലെ വൃത്തിയാക്കി കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടേ കിടക്കാറുള്ളൂ. ചില ദിവസങ്ങളിൽ എനിക്കൊരു മടുപ്പ് വരും. കുറേ പാത്രങ്ങൾ കഴുകിയിട്ടും പിന്നെയും പാത്രങ്ങൾ തീരാത്തപ്പോൾ ഞാൻ ഉള്ള എല്ലാം കൂടെ സിങ്കി ഇട്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മോൾക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തല കുളിക്കേണ്ട, രാവിലെ അല്ലേ. അങ്ങനെ രാവിലെ ഇവരൊന്നും എണീക്കാറില്ല. ഞാൻ എണീറ്റാലല്ലേ മക്കൾ എണീക്കത്തുള്ളൂ. ഞാൻ എണീക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വെള്ളം പിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കറണ്ട് അടുപ്പിലാണ് ഞാൻ വെള്ളമൊക്കെ ചൂടാക്കാൻ വെക്കുന്നത്. മോൾക്ക് വെള്ളം കൊടുത്തു വിടണമായിരുന്നു, അതുകൊണ്ട് വെള്ളം ചൂടാക്കാൻ വെച്ച്. പിന്നെ ഫ്രിഡ്ജിനകത്ത് നമ്മളെ ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. തലേന്ന് ഞാൻ വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് താത്ത് വെച്ച് മോളെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കറി വെക്കണം. പിന്നെ വന്നിട്ട് ദാണ്ട് ഈ അടുപ്പൊന്നും ഞാൻ വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് തലേന്ന് വയ്യായ്ക ഉള്ളതുകൊണ്ട് ഞാൻ അടുപ്പ് വലുതായിട്ട് തുടച്ചൊന്നും ക്ലീനാക്കിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. മിക്ക ദിവസങ്ങളിലും ബൂസ്റ്റിട്ട പാലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് പറഞ്ഞ് പാൽക്കാപ്പി മതി എന്ന് പറഞ്ഞുകൊണ്ട് പാൽക്കാപ്പി ആക്കി. മോനാണെങ്കിൽ പാൽക്കാപ്പി ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കത്തില്ല. പിന്നെ ഇതുങ്ങൾക്കൊക്കെ വല്ലതുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും പകുതി അവർ കുടിക്കും, പകുതി നമ്മളെ വയറ്റിലോട്ട് പോകും. മൊത്തവും തീർത്ത് കഴിക്കത്തില്ല. ഒരു ഫുഡ് എന്ത് കൊടുത്താലും തീർത്ത് കഴിക്കാറില്ല. അതുകൊണ്ട് പറയും അമ്മ ഞാനിപ്പോൾ അടുത്തിരിക്കുന്നെങ്കിൽ എൻ്റെ കയ്യിൽ തരും. അങ്ങനെ ഞാനത് പകുതി ഇപ്പം നമുക്ക് വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ യൂണിഫോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ഞ യൂണിഫോമാണ് മോൾക്ക് വെള്ളിയാഴ്ച ദിവസം. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പോയത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മഞ്ഞ യൂണിഫോമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു ചെക്ക് കണക്കത്തെ ഒരു ഗ്രീൻ കളറാണ്. പാവാട സ്കേർട്ട് കറക്റ്റ് തന്നെ, ആ ഒരു സ്കേർട്ട് തന്നെ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ മുടി തല കുളിക്കാത്തതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഹെയറൊക്കെ പോണി ടെയിൽ കെട്ടിയാണ് സ്കൂളിലോട്ട് ഞാൻ വിട്ടത്. മറ്റേ പിന്നി കൊടുത്തില്ല. പിന്നി കഴിഞ്ഞാൽ നല്ലപോലെ ചിടക്കില്ലാതെ കിടക്കുമല്ലോ. പിന്നെ വെള്ളം ഞാൻ കൊടുത്ത് വിടുന്നുണ്ട്. പിന്നെ അവിടെ വെള്ളവും സ്നാക്സ്, പിന്നെ അല്ലാതെ തന്നെ അതിന് ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുങ്ങളെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും പണ്ട് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ടൂറിന് പോയ ഒരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത് വെച്ചാൽ നമുക്ക് തലേന്ന് ഉറക്കം കാണത്തില്ല. അതുപോലെ തന്നെ രാവിലെ എത്ര നേരത്തെ എന്ന് വെച്ചാൽ ഒരു 7 മണി 7:30 തൊട്ട് വിളിക്കാൻ തുടങ്ങും ഹസ്ബൻഡ്. ഞാൻ പിന്നെ അടുക്കളയിലായിരിക്കും, അവൾ എന്നാലും എണീക്കത്തില്ല. പക്ഷേ ഇന്ന് കറക്റ്റായിട്ട് ടൂറിന് പോകുന്ന ദിവസമായതുകൊണ്ട് തലേന്ന് ഉറക്കവും ഇല്ലായിരുന്നു. നേരത്തെ എണീറ്റ് 6:30 6 മണിക്ക് വിളിച്ച് 6:45 സ്കൂളിൽ നിൽക്കണമായിരുന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ ഒറ്റ വിളിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരി എണീറ്റ്. അവിടുന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ സ്കൂൾ, ഒരു നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ വണ്ടിയിൽ പോയി ശീലിച്ചുകൊണ്ട് അങ്ങനെ വണ്ടിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പേരൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരേ ക്ലാസ് വൈസായിട്ട് പിള്ളേരെയൊക്കെ ഇങ്ങനെ ഇറക്കി 4 വണ്ടിയായിരുന്നു കേട്ടോ. ഇവർ ബസ് നമ്പർ 1 ഇവർ പോയത്. അങ്ങനെ ഞാൻ കയറിയത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഏത് സീറ്റാണോ എവിടെയാണോ ഞാൻ കുറേ കിടന്ന് നോക്കി, എന്നിട്ടൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ ആ വഴി തന്നെ നമുക്ക് ആ പബ്ലിക് സ്കൂളിൻ്റെ വഴി എന്ന് വെച്ചാൽ കുഞ്ഞു വഴി, അതേ കൂടെ ഭയങ്കര ബ്ലോക്കായിരിക്കും ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ വന്ന്. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് പുട്ട് പുഴുങ്ങാമെന്ന് വെച്ചു. എന്ന് വെച്ചാൽ വേഗം നമുക്ക് പുഴുങ്ങാൻ പറ്റുന്ന പുട്ടാണല്ലോ. അങ്ങനെ പുട്ടങ്ങോട്ട് പുഴുങ്ങി. പിന്നെ അതിൻ്റെ കൂടെ 2-3 മുട്ടയും കൂടി ഇട്ട്, മുട്ട ഉണ്ടെങ്കിൽ പിന്നെ പുട്ടിൻ്റെ സൈഡിൽ മുട്ട വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായി പൊയ്ക്കോളും. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങിരുന്ന് പറയും പുട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മോനും പാടാണ്, ഹസ്ബൻഡിനും പാടാണ്. പിന്നെ ഈ തേങ്ങ തിരുവിയെന്ന് വെച്ചാൽ നമ്മളെ ചെമ്മീൻ ഞാൻ വിചാരിച്ച് വറുത്ത് വെക്കാമെന്ന് വെച്ചു. വറുത്തരച്ച് കറി വെക്കുന്നതിനാണ്. പണ്ടൊക്കെ ഞാൻ വറുത്തരച്ചതെന്ന് വെച്ചാൽ 2-3 തേങ്ങ മറ്റേ ഗ്രൈൻഡറിനകത്ത് തിരുവി അത് ഞാൻ കുറച്ചിങ്ങനെ പൊടിച്ച് അങ്ങനെ വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും പിന്നെ മടി കാരണം ഞാൻ അങ്ങനെ ഒത്തിരി ഇങ്ങനെ പൊടിച്ച് വെക്കാനുള്ള ആവശ്യത്തിന് മീൻ കിട്ടത്തെ തുണ്ടമീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് ഞാനെടുത്ത് ചെയ്യാറാണ് പതിവ്. മോൻ ഉറക്കണീറ്റ് വരുന്നതിന് മുന്നേ ഞാൻ നമ്മൾ വറുത്ത് വെക്കാനുള്ള പൊടിയങ്ങ് വറുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതിന് പിന്നെ ടൈം പോകും. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് വറുത്ത് വെച്ച്. പിന്നെ ഈ മുട്ടയൊക്കെ പുഴുങ്ങാനിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഞാൻ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മോന് മറ്റേ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അത് ഞാൻ ബൂസ്റ്റിട്ട് കാച്ചിയും വെച്ച്. അപ്പോഴത്തേക്കും ചെറിയൊരു അനക്കം കേട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ആണെങ്കിൽ അവൻ സെറ്റിൽ കിടക്കുന്നത് എത്ര വിളിച്ചിട്ടും എണീക്കാൻ കൂട്ടാക്കിയല്ലോ. പക്ഷേ മോളുണ്ടെങ്കിൽ അങ്ങനെയല്ല. അവൻ വന്നിട്ട് അമ്മ എന്തുകൊണ്ട് കഴിക്കാൻ എന്നൊക്കെ ചോദിക്കും. എനിക്ക് നിന്ന് അവളില്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്കാരനൊരു ചെറിയ വിഷമമുണ്ട്. അങ്ങനെ അവൻ്റെ അടുത്ത് പോയിരുന്ന് ഇത്തിരിയൊക്കെ സോപ്പിട്ടൊക്കെ ഫുഡൊക്കെ വാരി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്ന് നമ്മളെ ചെമ്മീൻ വറുത്തരച്ച് കറി വെക്കണമല്ലോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ കടുകും ഇട്ടിട്ട് നമ്മളെ ഇഞ്ചിയും
വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് അത് ഇത്തിരി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്ത പൊടി ആവശ്യത്തിനെടുത്ത് ഞാൻ പൊടിക്കുന്നുണ്ട്. അതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കണ്ട, മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ടാണ് ഞാൻ മൂപ്പിച്ചത്. ഉള്ളിയൊക്കെ ഞാൻ കുനുകുന ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇത് ഒത്തിരി ഒന്നും നമുക്ക് വഴറ്റണം വെച്ചാൽ നല്ലപോലെ മൂത്ത സാധനമാണല്ലോ. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിനകത്ത് വടക്കംപുളി ഇടുന്നില്ല, കൊഞ്ചായതുകൊണ്ട് വടക്കംപുളി ഇടാതെ അതിനോടൊപ്പം ഞാൻ മറ്റേ മസാല ഉണ്ടല്ലോ, ഗരം മസാല, അതിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. വടക്കംപുളി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ അന്നൊരു പ്രാവശ്യം ഇങ്ങനെ വടക്കംപുളി ഇട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റായി. പിന്നെ ഇത്തിരി മോര്, തലേന്നത്തെ മോരുണ്ടായിരുന്നു, അതിൻ്റെ കൂടി ഇത്തിരി കൂടെ തൈരൊന്ന് കലക്കി എടുത്തിട്ട് ഒരിത്തിരി കടുവും കൂടെ വറുത്തപ്പോഴത്തേക്കും അത് സെറ്റായി. മോരും ഉടായ്പ രീതിയിൽ ഞാൻ സെറ്റാക്കി ഗൈസ്. പിന്നെ ബാക്കിയുള്ള നമ്മൾ ആ വറുത്തരച്ച പൊടി കണ്ടെയ്നറിലാക്കി ഒരു കൊച്ചു ടിന്നിനകത്താക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറിയൊക്കെ വയ്ക്കുമ്പം കുറച്ചെടുത്ത് നമുക്ക് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കടലക്കറിയൊക്കെ കുറേ കാണും, നല്ല ടേസ്റ്റ് ആയിരിക്കും. വറുത്തരച്ച കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കാണും. എനിക്ക് ഈ തുണ്ടമീനൊക്കെ വറുത്തരച്ച് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തൊട്ടടുത്ത് ഞാൻ മറ്റേ കടുക് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ഓക്കെ.